ആശാവർക്കർമാരുടെ സമരം 60-ാം ദിവസത്തിൽ സമരക്കാരെ കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മറ്റന്നാൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസംഗമം നടക്കും. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, പറയൂ. രോഹിണി, ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നിൽക്കുന്നത്. ആശമാർ സമരം തുടങ്ങിയിട്ട് ഇന്ന് 60-ാം ദിവസമാണ്. 2 മാസം പിന്നിടുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നിരാഹാര സമരം 20-ാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്. ഇതുവരെ 4 തവണ സർക്കാർ ആശാവർക്കർമാരുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ചകളിലൊന്നും യാതൊരുവിധ പരിഹാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ആശാവർക്കർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സമയമുണ്ടായി. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നാണ് ആശാവർക്കർമാർ നമ്മളോട് മുന്നേ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ ഈ സമരവേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 3 പേരാണ് ഇപ്പോൾ ഇവിടെ സമരം അല്ലെങ്കിൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ സമരക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ചർച്ചയിലൂടെയും അല്ലാതെയും സർക്കാർ ഇതുവരെ നടത്തിയ ഇടപെടലുകളുടെ വെളിച്ചത്തിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പോവുകയാണ്. ഇനിയുള്ള വഴി അവർക്ക് ഇനി ഒരു വഴിയുമില്ല. അവർ സമരം അവസാനിപ്പിച്ച് തന്നെ ഇനി പോകണം എന്നൊരു കാര്യമാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് സമരക്കാരെടുത്തിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ഇത്രയും അവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നിങ്ങൾ അതിനൊന്നും തയ്യാറാവുന്നില്ല. ഇനി നിങ്ങൾ സമരം ഉപേക്ഷിച്ച് പോകണം എന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറായിട്ടല്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കുറേ പ്രാവശ്യമായി പറയണു. ചർച്ചകൾ പരാജയപ്പെടുകയാണ്. 7000 രൂപ തരണമെന്നുള്ളത് വലിയ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഈ ഞങ്ങൾക്ക് 1000 രൂപ ഉണ്ടായിരുന്ന സമയത്തുള്ള വർക്കുകളല്ല ഈ 7000 രൂപ തന്നേക്കുമ്പോൾ. അന്ന് ഞങ്ങൾക്ക് കുറച്ച് ഒരു ആഴ്ചയിൽ 3 ദിവസം 4 മണിക്കൂർ വീതം മാത്രം ജോലി ചെയ്താൽ മതിയായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വർക്ക് ലോഡ് ഒരുപാടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17-18 മണിക്കൂർ വരെ ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രാവിലെ മൊത്തം നമ്മൾ ഫീൽഡിൽ പോയി വൈകുന്നേരം അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയും ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കലും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത്രയും വർക്ക് ലോഡാണ്. മുഖ്യമന്ത്രി ഞങ്ങളെ അത്രയും പരിഗണിച്ച് കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം തന്നെങ്കിലും ഞങ്ങൾക്ക് എത്രയും കൂട്ടിത്തരാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത്രയും ഈ സമരം പിരിച്ചുവിടുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ കൂട്ടിത്തരികയാണ് വേണ്ടത്. ഈ 7000 രൂപ ആക്കിയേക്കണത് തന്നെ സമരത്തിലൂടെ തന്നെയാണ് 7000 രൂപ ആക്കിയേക്കണത്. അല്ലാതെ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഞങ്ങളുടെ വർക്ക് കണ്ടിട്ട് അങ്ങനെ പടിപടിയായിട്ട് ഉയർത്തി കൊണ്ടുപോകുന്നതൊന്നുമല്ല. നമ്മൾ സമരം ചെയ്തിട്ട് തന്നെയാണ് ഈ 7000 ആക്കിയേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾക്ക് ഈ പൈസ തരണം എന്ന് തന്നെയാണ്, കൂട്ടിത്തരണം. ഈ മിനിമം 700 രൂപ എന്നുള്ളത് ഇന്നത്തെ ഒരു അടിസ്ഥാന കൂലി തന്നെയാണ്. അപ്പോൾ അത് തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എത്ര തരാമെന്ന് ഞങ്ങളുടെ റോസമ്മ ചേച്ചി ചോദിച്ചു. അത്രയും പോലും പരിഗണന ഞങ്ങളോട് കാണിക്കുന്നില്ല. എത്ര തരാമെന്നും കൂടി ഒരു 10 പൈസ പോലും തരാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ അവരെടുക്കുന്നത്. കാരണം അത്രയ്ക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആരോഗ്യ മേഖലയിലാണ്, വേറെ ഏത് മേഖലയിലാണെന്നുമല്ല, എല്ലാവരുടെ ആരോഗ്യം കാത്തുരക്ഷിക്കാൻ ഓടി നടക്കണം ഞങ്ങളെയാണ് ഇപ്പോൾ ഇതേപോലെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്ത്രീകളാണ്. ഞങ്ങളുടെ വീടിനും നാടിനും ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ. കൂടുതൽ ഈ സമയത്താണ് ഞങ്ങൾക്കിപ്പോൾ ഈ മഴ വരുന്നു, നാടിനായാലും അസുഖങ്ങളൊക്കെ കൂടി വരുന്ന ഒരു സമയം. അപ്പോൾ നമ്മൾ ശരിക്കും വേണ്ടത് ഈ സമയത്താണ് ഞങ്ങൾ ശരിക്കും വേണ്ടത്. അപ്പോഴാണ് ഞങ്ങളിവിടെ കൊണ്ടിരുത്തിയേക്കണത്. അപ്പോൾ ഈ സമരം തീർക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ഞങ്ങൾക്ക് ഇത്രയും കൂലിയിൽ എന്തായാലും ജീവിക്കാൻ പറ്റില്ല. ഒരു പൗരസംഗമം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാണ് നടത്തുന്നത്? എന്താണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ? ഇതുവരെ നിങ്ങൾ ചെയ്ത സമരമുറയിൽ നിന്ന് എന്താണ് ആ ഒരു ഇതിന് വ്യത്യസ്തമായിട്ടുള്ളത്? ഈ ശനിയാഴ്ചയാണ് നടത്തുമെന്ന് പറഞ്ഞേക്കണത്. നമ്മൾ എല്ലാവരും നമ്മളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഇത് നടത്തണമെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത മൊത്തം നമ്മളുടെ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് വരുമ്പോൾ ഇവർ മാത്രമാണ് പിന്തിരിഞ്ഞ് നിൽക്കണ ഒരു ഇത് കാണിക്കുന്നത്. ആ നിലപാടിൽ ഇത് കണ്ടിട്ട് തന്നെയെങ്കിൽ ആ നിലപാടൊന്ന് മാറ്റാൻ കഴിയണം. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ വിവിധ കലാ സാംസ്കാരിക മേഖലയിലുള്ളവരും എല്ലാവരും നമ്മളുടെ ഒപ്പം നിൽക്കുമ്പോൾ ഇവർക്ക് എന്താ ഇതിനൊരു തടസ്സം എന്നുള്ളത് ഒരു പ്രസ്ഥാനം ഇപ്പം അവർക്ക് മാത്രമാണോ സമരം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതി മാറ്റണം. കാരണം ന്യായമായ അവകാശങ്ങൾ ആര് സമരം ചെയ്താലും അംഗീകരിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ
അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളെ പരിഗണിക്കണം. എന്തായാലും ഈ പ്രശ്നങ്ങൾ ശരിക്കും പഠിച്ചിട്ട് വേണം. കാരണം അവർ പറയുന്നത് ശരിക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തോന്നൽ മുഖ്യമന്ത്രി പറയുന്നത് അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നേരായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുന്നില്ലേന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്. ഈ ചർച്ചകളിലായാലും ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ശരിക്കും ഒരു 3000 രൂപ ഇപ്പം തരാൻ പറഞ്ഞത് നമ്മൾക്കത് മതിയെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. ഈ അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ അന്വേഷിക്കുമ്പോൾ എന്തായാലും അവർക്കും മനസ്സിലാവും. അപ്പോൾ അത്രയും ഘട്ടഘട്ടമായിട്ട് ഉയർത്തിയാൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ സമരം പിരിച്ചുവിടാൻ തന്നെയെങ്കിലും നമുക്ക് ആ ഒരു 3000 7000 എന്നുള്ളതൊരു 3000 രൂപയും കൂടി കൂട്ടി 10000 രൂപയാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്നല്ല പറയണത്, ഒരു അപേക്ഷ. തീർച്ചയായിട്ടും അവരുടെ അപേക്ഷ എന്ന് പറയുന്നത് ഈ ഒരു സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ചേച്ചി, ഇപ്പോൾ നമ്മൾ മറ്റന്നാൾ ശനിയാഴ്ച ഒരു പൗരസംഗമമൊക്കെ വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ടായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ. ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇതെല്ലാം നിങ്ങളുടെ വീര്യത്തെ കുറയ്ക്കുന്നു എന്നൊരു ഇത് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇത് മത്സരമൊന്നുമല്ലല്ലോ. നമ്മളൊരു ആവശ്യമായിട്ട് ഇറങ്ങി അത് നേടിയെടുക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും. മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അദ്ദേഹം അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ മറ്റന്നാൾ നടക്കുന്ന പൗരസാഗരം അത് വളരെ വലിയൊരു പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന പരിപാടിയാണ്. കേരളത്തിലെ പൗരസമൂഹം ഒന്നടങ്കം തിരുവനന്തപുരത്തോട്ട് വരികയാണ് നമ്മുടെ ഈ ഐക്യദാർഢ്യവുമായി. അത് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നടന്ന വിവിധ സമരങ്ങളുടെ ആളുകൾ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുൾപ്പെടെ കലാകാരികളും കലാകാരന്മാരും ഉൾപ്പെടെ എല്ലാവരും വരികയാണ്. അതോടൊപ്പം കേരളത്തിലെ ആശാവർക്കർമാർ ആയിരങ്ങളായി ഇവിടെ അണിനിരക്കുക അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം. വളരെ വലിയൊരു പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന വളരെ വലിയൊരു പരിപാടിയാണ്. അതിൻ്റെ വിപുലമായ തയ്യാറെടുപ്പുകൾ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയെല്ലാം തങ്ങളൊരു പോസിറ്റീവ് മൈൻഡിലാണ് എടുക്കുന്നത് എന്ന് കരുതിയ തങ്ങളുടെ ഒരു സമരവീര്യം അല്ലെങ്കിൽ സമരത്തിന് യാതൊരുവിധ കോട്ടവും തട്ടുകയില്ല എന്നാണ് ഇപ്പോൾ നമ്മളോട് സമരസമിതി നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ സമരം ഇന്നിപ്പോൾ 60-ാം ദിവസത്തിലേക്ക് കടന്നു. 2 മാസം പിന്നിട്ട ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു സമരമാണ്. ഇതുവരെ നമ്മൾ കണ്ടില്ലാത്ത ഒരു സമരമുറകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 20-ാം ദിവസമാണ് ഇവരുടെ നിരാഹാര സമരം എന്ന് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച ഇവർ ഒരു സാഗരം തന്നെയായിരിക്കും എന്നതിൽ യാതൊരുവിധ നമുക്ക് അതിനെ ഒരു എന്താണ് അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അതൊരു തീർച്ചയായിട്ടും ഒരു വിജയമായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ പറയുന്നത്. ആ പൗരസാഗരം ശനിയാഴ്ച നടക്കുകയാണ്. അതിൽ നിരവധി പേർ പങ്കെടുക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ആ ഒരു പൗരസാഗരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് ആശാ വർക്കർ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു വീര്യം ചോരാതെ ഇനിയുള്ള നാളുകൾ ഉടനെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കാണണം എന്ന് മാത്രമാണ് അവർ സർക്കാരിനോട് വീണ്ടും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.